നമസ്കാരം. ജില്ലാ വാർത്തകൾ. മഴക്കാലത്തിന് മുൻപേ മോട്ടോർ വാഹന വകുപ്പ് നടത്തിയ യാത്രാ വാഹനങ്ങളുടെ കാര്യക്ഷമതാ പരിശോധന പ്രഹസനമാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ് പൊറ്റമരയിൽ ബുധനാഴ്ച നടന്ന ബസ് അപകടം. വെൽഡ് ചെയ്ത ലീഫ് സെറ്റ് പൊട്ടിയാണ് ബസ് മറിയാൻ ഇടയാക്കിയതെന്നാണ് അനുമാനം. അതോടൊപ്പം തേഞ്ഞു തീരാറായ ടയറും. റിപ്പോർട്ട് പ്രധാന വാർത്തകൾക്കു ശേഷം. കോഴിക്കോട് പൊറ്റമൽ ജംഗ്ഷനിൽ ബസ് മറിഞ്ഞ് 21 പേർക്ക് പരിക്കേറ്റു. അമിത വേഗതയാണ് അപകട കാരണമെന്ന് ദൃക്സാക്ഷികൾ. ഇറാഖിൽ കുടുങ്ങിയ കോഴിക്കോട് പുതിയ നിരത്ത് സ്വദേശികൾ നാട്ടിലെത്തി. ഇറാഖിലെ അവസ്ഥ ഭയാനകമാണെന്ന് തിരിച്ചെത്തിയവർ. ബിജെപി ജില്ലാ പ്രസിഡന്റ് പി രഘുനാഥിനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച ഡിവൈഎഫ്ഐ നേതാക്കളെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന് ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ പി ശ്രീശൻ മാസ്റ്റർ. വിശദമായ വാർത്തകളിലേക്ക്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് റൂട്ടിൽ പൊറ്റമൽ ജംഗ്ഷനിൽ ബസ് മറിഞ്ഞ് 21 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അമിത വേഗതയാണ് അപകട കാരണമെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. കോഴിക്കോട് മാവൂർ റോഡിൽ സർവീസ് നടത്തുന്ന അമ്പാടി ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. അമിത വേഗതയിലെത്തിയ ബസ് പൊറ്റമൽ ജംഗ്ഷനിലെ റോഡിലെ കുഴി വെട്ടിച്ചു മാറ്റുന്നതിനിടെയാണ് ഡിവൈഡറിൽ തട്ടി ബസ് തലക്കീഴായി മറിഞ്ഞത്. അപകടത്തിൽ 21 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പരിക്കേറ്റവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ആരുടെയും പരിക്ക് ഗുരുതരമല്ലെന്ന് ഹോസ്പിറ്റൽ അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. അമിത വേഗതയും ബസിന്റെ ലീഫും പൊട്ടിയതാണ് അപകട കാരണമെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. ട്രാഫിക് പോലീസും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് അധികൃതരും എത്തിയതോടെ ബസിനെ ക്രെയിൻ ഉപയോഗിച്ച് എടുത്തുമാറ്റി അത് പൊട്ടിയിട്ട് കയറിപ്പോയാ അടി പൊട്ടിയല്ലേ? എല്ലായിടത്തും പൊട്ടി. പോവാ അപകടത്തെ തുടർന്ന് മണിക്കൂറുകളോളം മാവൂർ റോഡിൽ ഗതാഗതം സ്തംഭിച്ചു. ബിജെപി ജില്ലാ പ്രസിഡന്റ് പി രഘുനാഥിനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച ഡിവൈഎഫ്ഐ നേതാക്കളെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന് ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ പി ശ്രീശൻ മാസ്റ്റർ. അക്രമത്തിന് ഗൂഢാലോചന നടത്തിയ സിപിഎം ജില്ലാ ആക്ടിംഗ് സെക്രട്ടറിക്കെതിരെ കേസെടുക്കണമെന്നും ബിജെപി നേതാക്കൾ കോഴിക്കോട്ട് പറഞ്ഞു. ബിജെപി ജില്ലാ പ്രസിഡന്റ് പി രഘുനാഥിനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച ഡിവൈഎഫ്ഐ നേതാക്കളായ വരുൺ ഭാസ്കർ, ജംഷീർ, പ്രമോദ് കോട്ടൂളി എന്നിവരടങ്ങിയ സംഘത്തെ ഉടൻ അറസ്റ്റ് ചെയ്യണം. ഈ അക്രമ സംഭവത്തിന് ഗൂഢാലോചന നടത്തിയ സിപിഎം ആക്ടിംഗ് ജില്ലാ സെക്രട്ടറിയുടെ പേരിലും കേസെടുക്കണം. കസ്റ്റഡിയിലെടുത്ത വരുൺ ഭാസ്കറിനെ വിട്ടയച്ച പോലീസ് ഉദ്യോഗസ്ഥരുടെ പേരിൽ നടപടിയെടുക്കണമെന്നും കെ പി ശ്രീശൻ കോഴിക്കോട്ട് പറഞ്ഞു. നഗരസഭയിൽ നടന്നിട്ടുള്ള അഴിമതി, ആ അഴിമതി പത്രങ്ങളെല്ലാം തന്നെ പലതവണ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. നഗരസഭയ്ക്ക് അകത്ത് തന്നെ ഇതേക്കുറിച്ച് വളരെ ഗൌരവമേറിയ ചർച്ച നടന്നിട്ടുള്ളതാണ്. അതിനെക്കുറിച്ച് കൃത്യമായ ചിത്രം കോഴിക്കോട്ടുകാർക്കുണ്ട്. ആ വിഷയം ജനമധ്യത്തിൽ കൊണ്ടുവരുവാനുള്ള ജനാധിപത്യപരമായിട്ടുള്ള നീക്കത്തെയാണ് ആസൂത്രിതമായ രീതിയിൽ സിപിഎമ്മിന്റെ നേതൃത്വത്തിൽ ഈ ആക്രമണം നടന്നിട്ടുള്ളത്. അതുകൊണ്ട് പോലീസ് യഥാർത്ഥ കുറ്റവാളികളെ നിയമത്തിൽ അറസ്റ്റ് ചെയ്ത് നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാൻ തയ്യാറാകണം എന്നാണ് ബിജെപിക്ക് പറയാനുള്ളത്. കോഴിക്കോട് കോർപ്പറേഷൻ കേന്ദ്രീകരിച്ച് നടത്തിയ അഴിമതികളിലും ബാർ ഹോട്ടൽ, ബ്ലേഡ് മാഫിയ, കൊട്ടേഷൻ മേഖലകളിൽ വിഹരിക്കുന്ന ക്രിമിനൽ സംഘത്തിന് പിന്നിലും ഒരു സിപിഎം നേതാവും മകനുമാണ്.
ഈ അച്ഛനും മകനും തന്നെയാണ് കഴിഞ്ഞ ദിവസം BJP പ്രസിഡന്റിനെതിരായ അക്രമത്തിന് പിന്നിലും. സേവ് കോഴിക്കോട് പരിപാടിയിലൂടെ നഗരത്തെ മാഫിയ സംഘത്തിൽ നിന്നും മോചിപ്പിക്കാനുള്ള BJPയുടെ പ്രക്ഷോഭത്തിൽ വിരളി കൊണ്ടാണ് ബോധപൂർവം അക്രമം സംഘടിപ്പിച്ചതെന്നും BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി KP ശ്രീശൻ പറഞ്ഞു. BJP ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ശ്രീ പത്മനാഭൻ, സംസ്ഥാന സമിതി അംഗം PK പ്രഭാകരൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഇറാഖിൽ നിന്നും കോഴിക്കോട് പുതിയരത്ത് സ്വദേശികളായ 5 യുവാക്കൾ നാട്ടിൽ തിരിച്ചെത്തി. തിങ്കളാഴ്ച രാത്രിയാണ് രാജധാനി എക്സ്പ്രസിൽ ഇവർ കോഴിക്കോട്ടെത്തിയത്. വീട്ടുകാരും സുഹൃത്തുക്കളും ചേർന്ന് ഇവരെ സ്വീകരിച്ചു. ആഭ്യന്തര യുദ്ധം മൂർച്ഛിച്ച് ഇറാഖിൽ നിന്നും കോഴിക്കോട്ട് പുതിയ നിരത്ത് സ്വദേശികൾ സ്വന്തം വീട്ടിൽ തിരിച്ചെത്തി. കാട്ടിൽ ഷിബു, മൻസൂർ അലി, കാട്ടിൽ പറമ്പ് വിജീഷ്, തളിയനാടത്ത് മധു, എളമ്പിലാട്ട് സുധീഷ് എന്നിവരാണ് തിങ്കളാഴ്ച രാത്രി 9:30 രാജധാനി എക്സ്പ്രസിൽ കോഴിക്കോട്ടെത്തിയത്. ജൂൺ 26-നാണ് ഡൽഹിയിൽ ഇവർ എയർ അറേബ്യ ഫ്ളൈറ്റിൽ ഇറാഖിൽ നിന്ന് തിരിച്ചെത്തിയത്. ഇറാഖിലെ അൽഖബീർ ആശുപത്രിയിലാണ് ഇവർ ജോലി ചെയ്തിരുന്നത്. ഡൽഹിയിലെ സുപ്രീം മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം കമ്പനിയിലാണ് ഇവരെ ഇറാഖിലെ ആശുപത്രിയിലേക്ക് ജോലിക്കയച്ചത്. ആഭ്യന്തര യുദ്ധം തുടങ്ങിയതോടെ ഏറെ ആശങ്കയിലായിരുന്നെന്നും ആശുപത്രിക്ക് മുന്നിലൂടെ രക്ഷയ്ക്കായി സാധാരണക്കാരന്റെ കയ്യിൽ തോക്ക് നൽകി പരേഡ് നടത്തിയത് ഭീതിയോടെയാണ് കണ്ടുനിന്നതെന്നും മൻസൂർ അലി പറയുന്നു. സാഹചര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങള് ഒരു ക്യാമ്പിന്റെ ഉള്ളിലായിരുന്നു. അവിടെ തന്നെ ആയിരുന്നു. രാഷ്ട്രീയ സമയത്ത് കുറച്ച് ഭയാനകമായിട്ടുള്ള കുറെ സീനുകളൊക്കെ കണ്ടിരുന്നു. അവിടുന്ന് സാധാരണക്കാരെ കയ്യിൽ തോക്ക് കൊടുത്ത് അവരൊരു പരേഡ് മാതിരി അവിടെ റോട്ടിൽ വെച്ചിട്ടൊക്കെ നടത്തിയിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾ നല്ലോണം പേടിച്ചിട്ടുണ്ട്. ഞങ്ങൾ 5 പേരും അങ്ങനെയാണ് നാട്ടിലേക്ക് വരണമെന്നുള്ളത് തോന്നി. അങ്ങനെ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിന്റെ ഓഫീസുമായി ബന്ധപ്പെട്ടപ്പോൾ അവർ അതിനുള്ള സഹായങ്ങൾ ചെയ്ത് ഞങ്ങളെ കമ്പനിയായിട്ട് അവർ നേരിട്ട് ബന്ധപ്പെട്ട് 2 ദിവസത്തിന്റെ ഉള്ളിൽ ഞങ്ങൾ തിരിച്ചു വരാനുള്ള ടിക്കറ്റും കാര്യങ്ങളൊക്കെ കമ്പനി ചെയ്തതാണ്. യുദ്ധം കാരണം ആശുപത്രിയിലെ ക്യാമ്പിനുള്ളിലായിരുന്നു ഇവരടക്കം 400ഓളം പേർ താമസിച്ചിരുന്നത്. അതിനാൽ പുറം ലോകവുമായി ബന്ധപ്പെടാൻ സാധിച്ചിരുന്നില്ല. തുടർന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുമായി ബന്ധപ്പെടുകയും ആശുപത്രിയിൽ കുടുങ്ങിയ മലയാളികളെ തിരിച്ചയക്കണമെന്ന് കമ്പനി മുഖാന്തരം ആശുപത്രി അധികൃതരെ അറിയിക്കുകയായിരുന്നു. തുടർന്ന് നാട്ടിലേക്കുള്ള ടിക്കറ്റ് നൽകി പൂർണ്ണ സുരക്ഷയോടെ ഡൽഹി വരെ എത്തിക്കുകയും ചെയ്തു. വീട്ടിൽ എത്തിയ ഇവരെ സന്തോഷത്തോടെ വീട്ടുകാരും സുഹൃത്തുക്കളും സ്വീകരിച്ചു. കാലിക്കറ്റ് ഗേൾസ് HSSന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്ക് സൌജന്യ വൃക്കരോഗനിർണയ ക്യാമ്പ് നടത്തി. 2 ദിവസങ്ങളായി നടന്ന ക്യാമ്പിൽ 1500ഓളം വിദ്യാർത്ഥികളാണ് പങ്കെടുത്തത്. നല്ല പാഠങ്ങൾക്കൊപ്പം പുതിയ ചില അധ്യായങ്ങൾക്ക് കൂടിയാണ് കാലിക്കറ്റ് ഗേൾസ് HSS നേതൃത്വം നൽകുന്നത്. വിദ്യാലയത്തിലെ 1500ഓളം വിദ്യാർത്ഥികൾക്ക് സൌജന്യ വൃക്കരോഗ നിർണയ ക്യാമ്പ് നടത്തി വ്യത്യസ്തമാവുകയാണ് ഈ വിദ്യാലയം. സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം നല്ല പാഠം വളണ്ടിയർമാരുടെ നേതൃത്വത്തിൽ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്, ഇക്ര ഹോസ്പിറ്റൽ, സ്നേഹസ്പർശം എന്നിവരുടെ സഹകരണത്തോടെയാണ് വൃക്കരോഗ നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചത്. ഉയരം, ഭാരം, മൂത്രത്തിലെ അൽബുലിൻ ഇവയാണ് പ്രാഥമിക വൃക്കരോഗ നിർണയ പരിശോധനയ്ക്ക് വിധേയമാക്കിയത്. 5ാം ക്ലാസ് മുതൽ +2 വരെയുള്ള വിദ്യാർത്ഥികളാണ് ക്യാമ്പിൽ പങ്കെടുത്തത്. എല്ലാ വർഷവും ചെറിയ മെഡിക്കൽ ക്യാമ്പുകൾ നടത്താറുണ്ടെങ്കിലും ഇത്തരം ഒരു വലിയ ക്യാമ്പ് ആദ്യമായാണ് വിദ്യാലയത്തിൽ നടത്തുന്നതെന്നും പഠനം മാത്രമല്ല വിദ്യാർത്ഥികളുടെ ആരോഗ്യത്തെക്കുറിച്ചും ശ്രദ്ധ ചെലുത്തുക എന്നതാണ് ക്യാമ്പിന്റെ ലക്ഷ്യമെന്ന് സ്കൂൾ ഹെഡ് മിസ്ട്രസ് റഷീദ ബീഗം പറയുന്നു. കാലിക്കറ്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSSന്റെയും നല്ല പാഠത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ നടത്തുന്നതാണ്. ആരോഗ്യ കേരളം എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് നടത്തുന്നത്. ഈ വർഷങ്ങളായി ഇവിടെ NSS വളരെ നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാറുണ്ട്. ഇതിൽ ആരോഗ്യം എന്ന ലക്ഷ്യം കുട്ടികളിൽ കിഡ്നി രോഗനിർണയ ക്യാമ്പാണ് 2 ദിവസം നീണ്ടു നിൽക്കുന്ന. ഹയർ സെക്കൻഡറിയാണ് നടത്തുന്നതെങ്കിലും സ്കൂളിലെ മൊത്തം കുട്ടികളിലെ രോഗനിർണയം നടത്തുന്നുണ്ട്. 1500ഓളം കുട്ടികൾ പങ്കെടുക്കും. മൊത്തം +2, VHSC, ഹൈസ്കൂൾ, UP 4 വിഭാഗങ്ങളിലായിട്ട് 2 ദിവസങ്ങളായാണ് ക്യാമ്പ് നടന്നത്. പരിശോധനയുടെ ഭാഗമായി പ്രത്യേക മൊബൈൽ മെഡിക്കൽ ലാബും സ്കൂളിൽ അങ്കണത്തിൽ സജ്ജമായിരുന്നു. NSS വിദ്യാർത്ഥികളോടൊപ്പം മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ചാരിറ്റി കോർഡിനേറ്റർ ബഷീർ, ഇക്ര ഹോസ്പിറ്റലിലെ ഡോക്ടർ ഹാഷിഖ്, നൌഫൽ, സഫാൻ എന്നിവരും പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. വാർത്തകളിൽ ഒരിടവേള. കല്യാൺ സിൽക്സ് അവിശ്വസനീയ ആടി സെയിൽ. നേടൂ 10 മുതൽ 50% വരെ വിലക്കിഴിവ്. കല്യാൺ സിൽക്സ്. നമ്മുടെ സന്തോഷത്തെക്കാൾ വലുതായി അവർക്ക് മറ്റെന്തുണ്ട്? നമുക്കേകും സന്തോഷം അവർക്കതാണ് ആഘോഷം. നിമിഷങ്ങളെല്ലാം ഉത്സവം.
My daughter's happiness festival at Malabar Gold and Diamonds. അവളുടെ സന്തോഷം നിങ്ങളുടെ ആഘോഷം. ഇടവേളയ്ക്ക് ശേഷമുള്ള വാർത്തകളിലേക്ക്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് രാഷ്ട്രപതിക്ക് സമർപ്പിക്കാവുന്ന ഭീമ ഹർജി തയ്യാറാക്കുന്നതിന്റെ ഭാഗമായി കേരള വിധവാ സംഘം ഒപ്പുശേഖരണം നടത്തി. സംസ്ഥാന ചെയർമാൻ TN രാജൻ ഒപ്പുശേഖരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വിധവകളുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ കമ്മീഷനെ നിയോഗിക്കുക, വിധവാക്ഷേമ കോർപ്പറേഷൻ രൂപീകരിക്കുക, എല്ലാ വിധവകളെയും BPL ഉൾപ്പെടുത്തുക, വിധവകൾക്ക് പ്രത്യേകമായി ഭവന നിർമ്മാണ പദ്ധതി നടപ്പിലാക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ അടങ്ങിയ ഭീമ ഹർജിയാണ് വിധവാ സംഘം രാഷ്ട്രപതിക്ക് നൽകുന്നത്. ഭീമ ഹർജി തയ്യാറാക്കുന്നതിന്റെ ഭാഗമായാണ് വിധവാ സംഘം സംസ്ഥാന വ്യാപകമായി ഒപ്പുശേഖരണം നടത്തുന്നത്. കോഴിക്കോട് നടന്ന ഒപ്പുശേഖരണം വിധവാ സംഘം സംസ്ഥാന ചെയർമാൻ TN രാജൻ ഉദ്ഘാടനം ചെയ്തു. രാജാറാം മോഹൻ റോയെ പോലുള്ള സമുന്നത വ്യക്തിത്വങ്ങൾ നമ്മുടെ രാജ്യത്ത് സതി സമ്പ്രദായത്തിനെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം നടത്തി ആ സമ്പ്രദായം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി നടത്തിയ പ്രവർത്തനങ്ങൾ ഏറെ ശ്ലാഘനീയമാണ് എന്ന് നമുക്കെല്ലാവർക്കും പറയാം. വിധവാ സംഘം ജില്ലാ പ്രസിഡന്റ് TP ദേവയാനി അധ്യക്ഷം വഹിച്ചു. NM നിഷ, VM തങ്കം, രതി ഭാസ്കരൻ, രാജു കുന്നമംഗലം, CK ബാലകൃഷ്ണൻ എന്നിവർ ഒപ്പുശേഖരണത്തിന് നേതൃത്വം നൽകി. സ്വന്തമായി വീടും സ്ഥലവുമില്ലാത്തവർക്കായി തലചായ്ക്കാൻ ഒരിടം എന്ന പാർപ്പിടം പദ്ധതി സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ടെന്ന് KURDFC ചെയർമാൻ K മൊയ്തീൻ കോയ പറഞ്ഞു. കോഴിക്കോട് നിർമ്മിക്കുന്ന ഷോപ്പിംഗ് മാൾ ആഗസ്റ്റിൽ തറക്കല്ലിടുമെന്നും K മൊയ്തീൻ കോയ പറഞ്ഞു. സ്വന്തമായി ഭൂമിയുള്ളവരും എന്നാൽ അതിൽ സ്വന്തമായി ഒരു വീടില്ലാത്തവരുമായ പാവപ്പെട്ട പദ്ധതി ഗവൺമെന്റിന് മുമ്പാകെ KURDFC സമർപ്പിച്ചിട്ടുണ്ട്. അത് ഗവൺമെന്റ് പരിഗണിക്കും എന്നുള്ള പ്രതീക്ഷയാണുള്ളത്. അങ്ങനെയാണെങ്കിൽ ഏകദേശം 10,000-ഓളം 2 വർഷത്തിനകം 10,000-ഓളം കുടുംബങ്ങൾക്ക് വീട് നൽകാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി വീട് നൽകാനുള്ള ഒരു പദ്ധതിയാണ് ഗവൺമെന്റിന് സമർപ്പിച്ചിട്ടുള്ളത്. കോഴിക്കോട് എരഞ്ഞിപ്പാലം ജവഹർ നഗറിലെ സ്വന്തം ഭൂമിയിൽ 4 നില ഷോപ്പിംഗ് മാൾ കം ഓഫീസ് കോംപ്ലക്സ് നിർമ്മിക്കാനാണ് കേരള അർബൻ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ഫിനാൻസ് കോർപ്പറേഷൻ പദ്ധതി തയ്യാറാക്കിയത്. 3 നിലകളിൽ ഷോപ്പിംഗ് മാളും 4ാം നിലയിൽ ഓഫീസ് സംവിധാനവുമാണ് വിഭാവനം ചെയ്യുന്നത്. 10 കോടി രൂപ ചിലവിൽ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതി തിരുവനന്തപുരത്ത് നടന്ന KURDFC ഡയറക്ടർ ബോർഡ് യോഗം അംഗീകരിച്ചു. ആഗസ്റ്റ് മാസം കോംപ്ലക്സിന്റെ ശിലാസ്ഥാപനം നിർവഹിക്കുമെന്നും ചെയർമാൻ K മൊയ്തീൻ കോയ പറഞ്ഞു. കേരളത്തിലെ കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അടുത്തറിയാൻ അസമിൽ നിന്നുള്ള സംഘം കോഴിക്കോട്ടെത്തി. ഈ മാസം 5 വരെ കോഴിക്കോട്ട് വിവിധ പഞ്ചായത്തുകളിൽ ഇവർ സന്ദർശനം നടത്തും. ചേമഞ്ചേരി ഗ്രാമപഞ്ചായത്തിൽ ഇവർക്ക് സ്വീകരണം നൽകി. ചേമഞ്ചേരിയുടെ ചരിത്ര പ്രാധാന്യത്തെക്കുറിച്ച് അസം സംഘങ്ങൾക്ക് വിശദീകരണം കൊടുത്തു. കുടുംബശ്രീയുടെ പ്രവർത്തന രീതി പഠിക്കാൻ അസമിൽ നിന്നുള്ള സംഘം കോഴിക്കോട് ജില്ലയിലെത്തി. കുടുംബശ്രീയുടെ ജില്ലയിലെ വിവിധ പ്രവർത്തനങ്ങളെപ്പറ്റിയും പഞ്ചായത്തും കുടുംബശ്രീയും എങ്ങനെ യോജിച്ച് പ്രവർത്തിക്കുന്നു എന്നും അറിയാനാണ് 26 പേരടങ്ങുന്ന അസം സംഘം ജില്ലയിലെത്തിയത്. അസമിലെ ബജായ്ഗോൺ, ലാഹോരിഘട്ട് ബ്ലോക്കുകളിൽ നിന്നുള്ള പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ഗ്രാമപഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ, ഉദ്യോഗസ്ഥർ എന്നിവരാണ് സംഘത്തിലുള്ളത്. കലക്ടറേറ്റിലെത്തിയ സംഘത്തെ ജില്ലാ കളക്ടർ CA ലത, കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ KK മുഹമ്മദ് ഫൈസൽ എന്നിവരുടെ നേതൃത്വത്തിൽ സ്വീകരിച്ചു. സ്വീകരണ ചടങ്ങിൽ കുടുംബശ്രീ NRO പ്രോഗ്രാം കോർഡിനേറ്റർമാരായ മഞ്ജിത ദേവി, ADM CPK അസീസ്, NRO RP ജയൻ പൂക്കാട്, കുടുംബശ്രീ കൺസൾട്ടന്റ് MP മുനീർ, അസമിൽ നിന്നുള്ള കിരൺ ചന്ദ്ര ബസുമതാരി, ദീപക് ബരാഗി, പ്രാവൽ ബസുമതാരി എന്നിവർ സംസാരിച്ചു. 5 വരെ ജില്ലയിൽ തങ്ങുന്ന സംഘം ബുധനാഴ്ച മുതൽ ചേമഞ്ചേരി, പനങ്ങാട് പഞ്ചായത്തുകളിൽ പ്രത്യേക പഠനം നടത്തും. അസമിൽ നിന്നെത്തിയ സംഘത്തിന് ചേമഞ്ചേരി ഫ്രീഡം ഫൈറ്റേഴ്സ് ഹാളിൽ സ്വീകരണം നൽകി. ചേമഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിത മതിലിച്ചേരി കുടുംബശ്രീയും തങ്ങളുടെ പഞ്ചായത്തും ചേർന്ന് നടത്തുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു കൊടുത്തു. ഇന്ത്യൻ ചരിത്രത്തിൽ ചേമഞ്ചേരിയുടെ ചരിത്ര പ്രാധാന്യവും വിശദീകരിച്ചു കൊടുത്തു. കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ KK മുഹമ്മദ് ഫൈസൽ, കുടുംബശ്രീ കോർഡിനേറ്റർമാരും ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. നഗരത്തിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകർക്കെതിരെ പോലീസ് നടത്തിയ നടപടിക്കെതിരെ ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ പ്രകടനം നടത്തി. കാരണമില്ലാത്ത പ്രവർത്തകരുടെ പേരിൽ കേസെടുക്കുകയും അർദ്ധരാത്രി വീട് കയറി പരിശോധന നടത്തുകയുമാണ് എന്നാരോപിച്ചാണ് പ്രകടനം. ജില്ലാ സെക്രട്ടറി N രാജേഷ് ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ ദിവസം ഡിവൈഎഫ്ഐ പ്രവർത്തകരെ പോലീസ് ലാത്തിചാർജ് ചെയ്തതിലും പോലീസ് റെയ്ഡിലും അറസ്റ്റിലും ജില്ലയിലെങ്ങും വ്യാപക പ്രതിഷേധം. UDFും BJPയും ചേർന്ന് നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമായി ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ വീടുകളിൽ തിങ്കളാഴ്ച അർദ്ധരാത്രി പോലീസ് നടത്തിയ റെയ്ഡിൽ പ്രതിഷേധിച്ച്
ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോഴിക്കോട് നഗരത്തിൽ പ്രകടനം നടത്തി. പ്രതിഷേധ യോഗം ജില്ലാ സെക്രട്ടറി എൻ രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് സി അശ്വിനിദേവ് അധ്യക്ഷനായിരുന്നു. പി സുനിൽ ബാബു, പി വി വിനീഷ് എന്നിവർ സംസാരിച്ചു. ബ്ലോക്ക് കേന്ദ്രങ്ങളിലും പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നു. വ്യാജ പ്രചരണങ്ങൾ നടത്തി UDFും BJPയും ഹർത്താൽ പ്രഖ്യാപിക്കുകയും ഭരണത്തിന്റെ തണലിൽ പ്രവർത്തകരുടെ വീടുകളിൽ പോലീസിനെ ഉപയോഗിച്ച് റെയ്ഡ് ചെയ്യുന്നതിൽ ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടേറിയറ്റ് പ്രതിഷേധിച്ചു. കോഴിക്കോട് രൂപീകരിച്ചിട്ടുള്ള ഒരു കഴിഞ്ഞ ദിവസം അറിഞ്ഞതാണ്. ഡിവൈഎഫ്ഐയുടെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി അംഗം ദുബായ് തീരത്ത് ഇന്ത്യൻ കപ്പലിൽ കുടുങ്ങിക്കിടക്കുന്നവരെ ജൂലൈ 13 ശേഷം നാട്ടിലെത്തിക്കുമെന്ന ഷിപ്പിംഗ് കമ്പനി അധികൃതരുടെ ഉറപ്പിൽ ജീവനക്കാർക്കും ബന്ധുക്കൾക്കും പ്രതീക്ഷയില്ല. കൊയിലാണ്ടി കീഴരിയൂർ സ്വദേശി ദിനേശിന്റെ ബന്ധുക്കൾ ഇത് സംബന്ധിച്ച് മുല്ലപ്പള്ളി രാമചന്ദ്രന് നിവേദനം നൽകി. ദുബായ് തീരത്തിനടുത്ത് പുറംകടലിൽ മാസങ്ങളായി നങ്കൂരമിട്ടിരിക്കുന്ന 2 ഇന്ത്യൻ കപ്പലുകളിലെ ജീവനക്കാരുടെ ദുരിതം പരിഹാരമില്ലാതെ തുടരുകയാണ്. 18 മുതൽ 6 മാസം വരെ മതിയായ ഭക്ഷണമോ ശമ്പളമോ ഇല്ലാതെയാണ് 2 കപ്പലിലെയും 33 ജീവനക്കാർ കഷ്ടപ്പെടുന്നത്. ഏറ്റവും ഒടുവിൽ ജൂലൈ 13 കപ്പൽ ദുബായ് ഡ്രൈഡോക്കിലേക്ക് കൊണ്ടുവരുമെന്നും 2 ദിവസത്തിനകം ജീവനക്കാരെ തിരിച്ചയക്കുമെന്നും കമ്പനി അധികൃതർ അറിയിച്ചിരുന്നു. എന്നാൽ ഈ ഉറപ്പിൽ ജീവനക്കാർക്ക് യാതൊരു വിശ്വാസവുമില്ല. ഇത്തരത്തിൽ പലതവണ ഉറപ്പുകൾ ഇവർക്ക് നൽകിയിരുന്നു. അതൊന്നും പാലിക്കപ്പെടാത്തതാണ് ഇവരുടെ വിശ്വാസക്കുറവിന് കാരണം. കപ്പലിൽ കഴിയുന്ന കൊയിലാണ്ടി കീഴരിയൂർ സ്വദേശി ദിനേശിന്റെ ബന്ധുക്കൾ MP മുല്ലപ്പള്ളി രാമചന്ദ്രന് ഇതു സംബന്ധിച്ച് നിവേദനം നൽകി. വിദേശകാര്യ മന്ത്രാലയവുമായും നോർക്കയുമായി ബന്ധപ്പെട്ട് കപ്പലിൽ കുടുങ്ങിയവരെ നാട്ടിലെത്തിക്കാനുള്ള എല്ലാവിധ നടപടികളും തന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു. വാർത്തകളിൽ മറ്റൊരിടവേള കൂടി. കല്യാൺ സിൽക്സ് അവിശ്വസനീയ ആടി സെയിൽ. നേടൂ 10 മുതൽ 50% വരെ വിലക്കിഴിവ്. കല്യാൺ സിൽക്സ്. വാർത്തകൾ തുടരുന്നു. മാനാഞ്ചിറ വെള്ളിമാടുകുന്ന് റോഡിന്റെ വികസനത്തിനായി പ്രദീപ് കുമാർ MLA ഒന്നും ചെയ്തിട്ടില്ലെന്ന് DCC പ്രസിഡന്റ് KC അബു പറഞ്ഞു. MK മുനീർ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ആയിരുന്ന കാലത്താണ് കോഴിക്കോട്, കൊച്ചി, തിരുവനന്തപുരം നഗരവികസന പദ്ധതികൾക്ക് തുടക്കം കുറിച്ചെന്നും KC അബു പറഞ്ഞു. അഴിമതിക്കെതിരെ പ്രതികരിച്ചവരെ ഡിവൈഎഫ്ഐ സംഘം ആക്രമിച്ച സംഭവത്തിൽ പോലീസിനെ കുറ്റപ്പെടുത്തുന്ന CPMഉം ജില്ലാ സെക്രട്ടറിയുടെ ചുമതല വഹിക്കുന്നയാളും സ്വന്തം മക്കളെയും പ്രവർത്തകരെയും ഗുണദോഷിക്കുകയാണ് വേണ്ടതെന്ന് DCC പ്രസിഡന്റ് KC അബു പറഞ്ഞു. മുൻ മേയർ M ഭാസ്കരന്റെ കാലത്തെ അഴിമതി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടവരെ കൌൺസിലറെ ആക്രമിച്ചെന്ന കേസിൽപ്പെടുത്തുകയും കേസ് പിൻവലിക്കണമെന്നുമായിരുന്നു കോഴിക്കോട്ടെ ജനകീയ ധർണ നടത്തിയവരുടെ ആവശ്യം. മുൻ മേയറുടെ മകന്റെ നേതൃത്വത്തിലാണ് ആക്രമണം. തെറ്റുതിരുത്താൻ CPMന് കഴിയണം. ഇല്ലെങ്കിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകൾ CPMന് ശനിദശയാണെങ്കിൽ ഇനിയുള്ളത് കണ്ടകശനിയെന്ന സ്ഥിതി വരും. ചെയ്തുപോയ തെറ്റ് ഏറ്റുപറഞ്ഞ് അഴിമതിക്കെതിരെ പറയുന്നവരെ കള്ളക്കേസിൽപ്പെടുത്തുന്നത് ജില്ലയിൽ ആദ്യമായാണ്. മാനാഞ്ചിറ വെള്ളിമാടുകുന്ന് റോഡ് നവീകരണത്തിന് 8 കൊല്ലം MLA ആയ പ്രദീപ് കുമാർ ഒന്നും ചെയ്തിട്ടില്ല. ഒടുവിൽ UDF സർക്കാർ തുക അനുവദിക്കുമെന്ന സ്ഥിതി വന്നപ്പോൾ 8 മമ്മൂഞ്ഞിനെ പോലെ ക്രെഡിറ്റ് പോന്നോട്ടെ എന്ന് കരുതി വാർത്താ സമ്മേളനം നടത്തുകയാണ്. ഡോക്ടർ MGS നാരായണന്റെ നേതൃത്വത്തിലുള്ള റോഡ് കമ്മിറ്റിയുടെ പ്രവർത്തന ഫലമായി റോഡിന് ഉടൻ പണം നൽകും. ജൂലൈ 5 കോഴിക്കോട്ടെത്തുന്ന മുഖ്യമന്ത്രിയുമായി ഇക്കാര്യം ചർച്ച ചെയ്യും. നടക്കാവ് സ്കൂളിൽ വ്യവസായ പ്രമുഖൻ ചെയ്ത വികസനത്തിന് 3-4 സ്വന്തം പേരെഴുതി വെച്ച പ്രദീപ് കുമാർ MLA മണ്ഡലത്തിൽ ഒന്നും തന്നെ ചെയ്തിട്ടില്ലെന്നും KC അബു വാർത്താസമ്മേളനത്തിൽ കുറ്റപ്പെടുത്തി. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഉന്നതിയിൽ മലയാളികൾ എത്തുന്നത് കേരളത്തിന് അഭിമാനമാണെന്ന് KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് K പ്രവീൺ കുമാർ പറഞ്ഞു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഹെൽപ്പ് വിംഗ് ഫോർ സ്റ്റുഡൻസ് കോതമംഗലം ഘടകത്തിന്റെ ആഭിമുഖ്യത്തിലുള്ള പഠനോപകരണ വിതരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കോതമംഗലം കമ്മിറ്റിയുടെ കീഴിൽ വിദ്യാർത്ഥികൾക്കായി പ്രവർത്തിക്കുന്ന ഹെൽപ്പ് വിംഗ് ഫോർ സ്റ്റുഡൻസിന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണങ്ങളും സഹായങ്ങളും വിതരണം ചെയ്തു. KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് K പ്രവീൺ കുമാർ പഠനോപകരണ വിതരണോദ്ഘാടനം നിർവഹിച്ചു. പഠിച്ചു നന്നാവേണ്ടവന് എവിടെയായാലും നന്നാവാൻ പറ്റും. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇത്തവണത്തെ സിവിൽ സർവീസ് പരീക്ഷയിൽ റാങ്ക് കിട്ടിയ 2 കുട്ടികൾ മലയാളം മീഡിയത്തിൽ പഠിച്ചവരാണ്. ഇത്തവണത്തെ മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് പരീക്ഷയിൽ 15% കുട്ടികൾ ജയിച്ചു വന്ന് റാങ്ക് നേടിയവർ മലയാളം മീഡിയത്തിൽ പഠിച്ചവരാണ്. മീഡിയം ഒരു വിഷയമല്ല. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം അത്യാവശ്യമാണ്. ഇംഗ്ലീഷ് ലാംഗ്വേജ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, യാതൊരു സംശയവുമില്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് K വിജയൻ അധ്യക്ഷം വഹിച്ചു. CP മോഹനൻ, KK നാരായണൻ, E അശോക് കുമാർ, അജിത KK, സുധാകരൻ, ശിവം, KK ബാബുരാജ്, EV അശോകൻ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി.
മാലിന്യവും മണ്ണും നിറഞ്ഞ ഒഴുക്ക് നഷ്ടപ്പെട്ട BC റോഡിലെ ഓവുചാൽ യുവാക്കളുടെ കൂട്ടായ്മയിൽ വൃത്തിയാക്കി. 50ഓളം വരുന്ന യുവാക്കൾ മാഞ്ചോട്ടിൽ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിലാണ് ഈ സേവന പ്രവർത്തനത്തിൽ പങ്കാളികളായത്. മഴ പെയ്താൽ വെള്ളം ഒഴുകിപ്പോവാത്ത തരത്തിൽ മാലിന്യങ്ങളും മണ്ണും അടിഞ്ഞു കിടക്കുകയായിരുന്നു ബേപ്പൂർ ചെറുവണ്ണൂർ റോഡിൽ മാഞ്ചോട്ട് പ്രദേശത്തെ ഓട. ചമ്പക ഹൌസിംഗ് കോളനി മുതൽ മിനി സ്റ്റേഡിയം വരെയുള്ള ഭാഗങ്ങളിലാണ് മാഞ്ചോട്ടിൽ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ യുവാക്കൾ വൃത്തിയാക്കിയത്. ഓടകൾക്ക് മുകളിലെ ഭാരമേറിയ കോൺക്രീറ്റ് സ്ലാബുകൾ മാറ്റിയാണ് ഓടയിലടിഞ്ഞ മണ്ണ് നീക്കം ചെയ്തത്. രാവിലെ ആരംഭിച്ച പ്രവൃത്തികൾ വൈകിട്ട് വരെ തുടർന്നു. ഓടയിൽ മണ്ണടിഞ്ഞ് ഒഴുക്കില്ലാതായതോടെ മഴവെള്ളം റോഡിലേക്ക് ഒഴുകുകയും ഓടയ്ക്കരികിലുള്ള പറമ്പുകളിൽ വെള്ളക്കെട്ട് രൂപപ്പെടുകയുമായിരുന്നു. നടപടിയെടുക്കേണ്ട അധികൃതർ നിസ്സംഗത പാലിച്ചതാണ് പരാതിപ്പെടാൻ പോലും നിൽക്കാതെ യുവാക്കൾ തന്നെ ഇതിന് മുന്നിട്ടിറങ്ങിയത്. മാഞ്ചോട്ടിൽ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ഭാരവാഹികളായ രഞ്ജിത്ത് വടക്കേടത്ത്, പ്രവീദ് കക്കാടത്ത്, പ്രദീപ് ഓളപ്പിൽ എന്നിവർ ശുചീകരണ പ്രവൃത്തികൾക്ക് നേതൃത്വം നൽകി. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. ഷഹീദ് ഹിന്ദ് അവാർഡ് 2014 N. ജസ്റ്റിന് നൽകുമെന്ന് സംഘാടകർ അറിയിച്ചു. വിദ്യാർത്ഥികളുടെയും രോഗികളുടെയും ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നടത്തുന്ന സേവന പ്രവർത്തനങ്ങൾക്കാണ് അവാർഡ്. 1944 ബ്രിട്ടീഷ് ഗവൺമെന്റ് തൂക്കിലേറ്റിയ സ്വാതന്ത്ര്യ സമര സേനാനി ഷഹീദ് ഹിന്ദ് കുമാരൻ നായരുടെ പേരിൽ അനുസ്മരണ സമിതി വർഷം തോറും നൽകി വരുന്നതാണ് അവാർഡ്. ജൂലൈ 7 സ്പോർട്സ് കൌൺസിൽ ഹാളിൽ നടക്കുന്ന അനുസ്മരണ ചടങ്ങിൽ മേയർ AK പ്രേമജം അവാർഡ് വിതരണം ചെയ്യും. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartagal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോഴിക്കോട് പൊറ്റമ്മൽ ജംഗ്ഷനിൽ ബസ് മറിഞ്ഞ് 21 പേർക്ക് പരിക്കേറ്റു. അമിത വേഗതയാണ് അപകട കാരണമെന്ന് ദൃക്സാക്ഷികൾ. ഇറാഖിൽ കുടുങ്ങിയ കോഴിക്കോട് പുതിയ നിരത്ത് സ്വദേശികൾ നാട്ടിലെത്തി. ഇറാഖിലെ അവസ്ഥ ഭയാനകമാണെന്ന് തിരിച്ചെത്തിയവർ. BJP ജില്ലാ പ്രസിഡന്റ് P. രഘുനാഥിനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച ഡിവൈഎഫ്ഐ നേതാക്കളെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി KP ശ്രീശൻ മാസ്റ്റർ. വാർത്തകളുടെ ഈ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.